ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞുവല്ലോ. അപ്പോൾ വീടിനുള്ളിലെ ക്രിസ്മസ് ഡെക്കറേഷൻസ് എല്ലാം എടുത്ത് എങ്ങനെയാണ് ഞാൻ പായ്ക്ക് ചെയ്യുന്നതെന്നും അത് അടുത്ത കൊല്ലത്തേക്ക് എങ്ങനെയാണ് സൂക്ഷിച്ചു വെക്കുന്നതെന്നുമുള്ള വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലെ ശനിയാഴ്ചയായിട്ട് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. ശനിയും ഞായറും മാത്രമാണ് ഞങ്ങൾ ദോശ, അപ്പം, പുട്ട് ഇങ്ങനെയുള്ള ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാറുള്ളൂ. ഇട ദിവസങ്ങളിൽ സാധാരണയായി ഓവർനൈറ്റ് ഓട്സ്, യോഗേർട്ട്, ബ്രെഡ്, മുട്ടയും പഴം പുഴുങ്ങിയതും ഇവയൊക്കെയാണ് ഞങ്ങളുടെ സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അതുകൊണ്ട് ഈ ശനിയാഴ്ച ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ലാവിഷ് ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. കുക്കറിൽ ഒരു 4-5 കിഴങ്ങ് ഇട്ട ശേഷം ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അവ നന്നായി വേകാൻ വയ്ക്കുക. കഴുകി വെച്ച പരിപ്പ് മറ്റൊരു കുക്കറിൽ ഇട്ടതിന് ശേഷം അതിൽ കുറച്ച് കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്ത് കുക്കർ അടച്ചു വെച്ച് നന്നായി ഒരു 3-4 വിസിൽ വരുന്നത് വരെ വേവിക്കുക. കിഴങ്ങ് നന്നായി വെന്ത് റെഡി ആയപ്പോഴേക്കും ഞാനൊരു ചട്ടിയിൽ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകും ഉഴുന്നും വറ്റൽമുളകും ഒക്കെ ഒന്ന് നന്നായി മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് സവോള, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായി ഉപ്പും ചേർത്ത് വഴറ്റി അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് സവോള കുറച്ചൊന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കുക. ഈ വെള്ളം തിളച്ച് വറ്റുമ്പോൾ അതിലേക്ക് നന്നായി വെന്ത് തൊലി കളഞ്ഞ കിഴങ്ങ് ഉടച്ചതിന് ശേഷം ഈ കൂട്ടിലേക്ക് ചേർത്ത് കുറച്ച് മല്ലിയിലയും ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുത്താൽ നല്ല അടിപൊളി പൊട്ടറ്റോ മസാല റെഡിയാവും. മറ്റൊരു ചട്ടിയിൽ എണ്ണയൊഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് വറ്റൽമുളകും കൊച്ചുള്ളിയും ചേർത്ത് നന്നായി വഴറ്റിയതിന് ശേഷം അല്പം മല്ലിപ്പൊടിയും മുളക് പൊടിയും കായവും ചേർത്ത് നന്നായി മൂപ്പിച്ചതിന് ശേഷം തക്കാളിയും ചേർത്ത് നന്നായി ഇളക്കി അതിന് ശേഷം വേവിച്ച് വെച്ച പരിപ്പ് അതിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അല്പം പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി തിളപ്പിച്ചെടുത്ത് അതിലേക്ക് അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുത്താൽ നല്ലൊരു ഉള്ളി സാമ്പാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു കേട്ടോ. ഇതാ ഇച്ചായൻ്റെ വകയായിട്ട് നല്ലൊരു കടല ചട്നിയും കൂടി റെഡിയായിട്ടോ. ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല മുരിഞ്ഞ മസാല ദോശയും അതിൻ്റെ കൂടെ സാമ്പാറും വെള്ള ചട്നിയുമാണ്. ഈ കോമ്പിനേഷൻ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വെള്ള ചട്നിയാണേ. തവിയിൽ ദോശമാവ് എടുത്തതിന് ശേഷം നന്നായി കനം കുറച്ച് ഒരു വലിയ ദോശയായി പരത്തിയെടുത്തതിന് ശേഷം ആ ദോശയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ദോശ നന്നായി മുരിഞ്ഞ് കല്ലിൽ നിന്ന് വേർപെടുത്തുന്ന പരുവം ആകുമ്പോൾ അതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് എടുത്ത് വെച്ചതിന് ശേഷം ദോശ മടക്കിയെടുത്ത് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. മസാല ദോശയും കറികളും കൂട്ടത്തിൽ ഒരു ചായയും കുടിച്ച് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ ഇന്നത്തേത്. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഇരിക്കാൻ ടൈം ഇല്ല കേട്ടോ. സിങ്കിൽ ഒരു ലോഡ് പാത്രങ്ങളുണ്ട് കഴുകാൻ. സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ ഇത്രയും പാത്രങ്ങളുണ്ടല്ലോ എന്ന് മനസ്സിലാവുന്നത് ഈ പാത്രം കഴുകൽ കലാപരിപാടിയിൽ ഏർപ്പെടുമ്പോഴാണേ. എത്ര കഴുകിയാലും തീരില്ല കേട്ടോ. ഇതിങ്ങനെ അക്ഷയപാത്രം പോലെ വന്നുകൊണ്ടേയിരിക്കും. എനിക്കാണെങ്കിൽ ഡിഷ് വാഷറിൽ പാത്രം കഴുകാൻ ഇഷ്ടമില്ല കേട്ടോ. 1-2 പ്രാവശ്യം കഴുകിയപ്പോൾ അത് നന്നായി വൃത്തിയായില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ പാത്രങ്ങളെല്ലാം കൈകൊണ്ടാണ് കഴുകാറ്. പാത്രങ്ങളെല്ലാം കഴുകി ഉണങ്ങാൻ വെച്ചതിന് ശേഷം ഞാൻ അരി കഴുകി കലത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നേ. കഞ്ഞി തിളച്ചു. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അത് ഞാൻ എടുത്ത് റൈസ് കുക്കറിലേക്ക് വെച്ചു. ഇനി അത് അവിടെ ഇരുന്ന് വെന്തുകൊള്ളും. ഞാൻ ക്യാരറ്റ് അരിഞ്ഞ് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാനായി വെച്ചു കേട്ടോ. തോരന് വേണ്ടി ഇനി കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചു. തോരൻ റെഡിയായിട്ടോ. കുറച്ച് തൈരെടുത്ത് അതിലേക്ക് വെള്ളമൊഴിച്ച് ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയും കറിവേപ്പിലയും നന്നായി ചതച്ച് ചേർത്ത് മോരാണിത്. ഇത് ചോറിനൊപ്പം ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉച്ചക്കത്തേക്കുള്ള ലഞ്ച് റെഡിയാക്കി വെച്ചു കേട്ടോ. ഇനി വീട്ടിനുള്ളിലെ ക്രിസ്മസ് ഡെക്കറേഷൻസ് എല്ലാം നമുക്ക് തിരികെ പായ്ക്ക് ചെയ്ത് വെക്കണം. അതിനായി ആദ്യം ഞാൻ നോം സാൻഡേയാണ് പായ്ക്ക് ചെയ്യുന്നത്. ഈ ബോക്സിലാണ് നോം സാൻഡേ വെക്കേണ്ടത്. അവ നന്നായി പായ്ക്ക് ചെയ്ത് ഗരാജിലാണ് ഇവയെല്ലാം സൂക്ഷിക്കുന്നത്. ഇനി നമുക്ക് ക്രിസ്മസ് ട്രീ ഓർണമെൻറ്റ്സ് എല്ലാം എടുത്ത് അവ നന്നായി അറേഞ്ച് ചെയ്തതിന് ശേഷം വേണം ഒരു കവറിനുള്ളിൽ ആക്കി അവയെല്ലാം പായ്ക്ക് ചെയ്ത് വയ്ക്കുവാനായിട്ട്. വലിപ്പം കൂടിയ ഓർണമെൻറ്റ്സ് എല്ലാം ഒന്നിച്ചും വലിപ്പം കുറഞ്ഞവ വേറെ കവറുകളിലുമായിട്ടാണ് പായ്ക്ക് ചെയ്ത് വയ്ക്കേണ്ടത്.
എങ്കിൽ മാത്രമേ അടുത്ത വർഷം നമുക്കത് കൃത്യമായി എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് എല്ലാ വർഷവും ഞാൻ ക്രിസ്മസ് ഓർണമെൻറ്റ്സ് എല്ലാം പാക്ക് ചെയ്ത് വയ്ക്കുന്നത്. പല വലിപ്പത്തിലുള്ള ക്രിസ്മസ് ഓർണമെൻറ്റ്സ് ആണ് ഈ കവറുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാ കവറുകളും ഈ ബോക്സിലാണ് നമ്മൾ അടുക്കി വയ്ക്കുന്നത്. ഷെൽഫിൽ നിന്ന് ക്രിസ്മസ് സ്റ്റോക്കിങ്സുകളെല്ലാം ഒന്നൊന്നായി എടുക്കുകയാണ്. അതിനായി എൻ്റെ മോളാണ് സഹായിക്കുന്നത്. എല്ലാ സ്റ്റോക്കിങ്സുകളും എടുത്ത് നന്നായി മടക്കി ഈ പെട്ടിക്കുള്ളിൽ നമുക്ക് വയ്ക്കാം. ഈ ക്രിസ്മസ് ട്രീയിലെ ഓർണമെൻറ്റ്സ് ഒക്കെ സെപ്പറേറ്റ് ഒരു കവറിനുള്ളിൽ വെക്കേണ്ടതാണ്. കാരണം എല്ലാം ഒരേ കളറിലുള്ള ഓർണമെൻറ്റ്സ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ടേബിളിൽ ഇട്ടിരിക്കുന്ന ഗാർലൻഡ് എടുത്ത് പെട്ടിക്കുള്ളിൽ സൂക്ഷിച്ചു വയ്ക്കാം. ഈ ക്രിസ്മസ് ട്രീകളെല്ലാം നമുക്കൊരു പാക്കറ്റിനുള്ളിലാക്കി സൂക്ഷിച്ചു വയ്ക്കാവുന്നതാണ്. ക്രിസ്മസ് ഡെക്കറേഷൻസ് എല്ലാം ഈ ബോക്സിലാണ് എടുത്തു വയ്ക്കുന്നത്. ഇതൊരു വലിയ ബോക്സാണ്. ഒരുപാട് സാധനങ്ങൾ ഇതിനുള്ളിൽ കയറും. അതുമാത്രമല്ല ഒന്നിനു മുകളിൽ ഒന്നായി അടുക്കി വയ്ക്കാവുന്ന രീതിയിലാണ് ഈ ബോക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാ സാധനങ്ങളും ഇങ്ങനെ അടുക്കി വെച്ചിരുന്നാലും അവ ഒന്നും കേടുകൂടാതെ ഇരുന്നുകൊള്ളും. കാരണം ഈ ബോക്സ് നല്ല കട്ടിയുള്ളതാണ്. ഈ ബോക്സ് നമുക്ക് ഇവിടെയുള്ള കോസ്കോയിലും സാംസ് ക്ലബിലും ഒക്കെ വാങ്ങാൻ കിട്ടും. ഇതിൽ ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ സാധിക്കും. ഇനി നമുക്ക് പുൽക്കൂട് എടുത്ത് പാക്ക് ചെയ്ത് വയ്ക്കാം. അതിനായി ഞാൻ കുറച്ചധികം പേപ്പറുകൾ ഇതിനുള്ളിൽ ചുരുട്ടി വെച്ചിട്ടുണ്ട്. കാരണം പുൽക്കൂടിനുള്ളിൽ എല്ലാം മൺപ്രതിമകൾ ആണ്. അവ പൊട്ടിപ്പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതിനാൽ അവ നന്നായി തെർമോക്കോളൊക്കെ ഇട്ട് പാക്ക് ചെയ്യണം. ഈ ഉണ്ണീശോയെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ ശേഷം ബോക്സ് അടച്ച് ടേപ്പ് ഉപയോഗിച്ച് നന്നായി ഒട്ടിച്ച് വയ്ക്കും. അടുത്തതായി നമുക്ക് ക്രിസ്മസ് ട്രീ എടുത്ത് വയ്ക്കാം. ഇത് എടുത്ത് തിരിച്ച് പാക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ ട്രീ നമുക്ക് 3 പാർട്ടായിട്ടാണ് എടുത്ത് വയ്ക്കേണ്ടത്. ഏറ്റവും മുകൾ ഭാഗം എടുത്ത് ചെറുതായി ഒന്ന് താഴേക്ക് ചെരിയുമ്പോൾ തന്നെ അവ നന്നായി മടങ്ങി വരുന്നുകൊള്ളും. അതിനുശേഷം ഒരു പ്ലാസ്റ്റിക് റാപ്പിൽ പൊതിഞ്ഞതിന് ശേഷം ട്രീ വയ്ക്കുന്ന ബോക്സിലേക്ക് വയ്ക്കാം. അടുത്തത് എടുക്കേണ്ടത് ട്രീയുടെ മധ്യഭാഗമാണ്. ആ ഭാഗം ട്രീ എടുത്ത് തിരിച്ച് പിടിക്കുമ്പോൾ തന്നെ അത് നമുക്ക് പാക്ക് ചെയ്യേണ്ടതുപോലെ ചുരുങ്ങി വന്നുകൊള്ളും. അതിനുശേഷം പ്ലാസ്റ്റിക് റാപ്പിൽ നന്നായി പൊതിഞ്ഞ് അതും ട്രീ വയ്ക്കുന്ന ബോക്സിലേക്ക് അടുക്കി വയ്ക്കുന്നു. ഏറ്റവും ലാസ്റ്റായിട്ട് എടുക്കേണ്ടത് ട്രീയുടെ ഈ ചെറിയ പാർട്ടാണ്. അത് എടുത്ത് തിരിച്ചു പിടിക്കുമ്പോൾ തന്നെ ചുരുങ്ങി വന്നുകൊള്ളും. അതിനുശേഷം ട്രീ സ്റ്റാൻഡിൽ നിന്ന് വേർപെടുത്തി പ്ലാസ്റ്റിക് റാപ്പിൽ നന്നായി പൊതിഞ്ഞ് ട്രീ ബോക്സിനുള്ളിലേക്ക് വെച്ച് അടുക്കി വയ്ക്കുന്നു. ഇനി എടുത്ത് വയ്ക്കാനുള്ളത് ട്രീയുടെ സ്റ്റാൻഡാണ്. സ്റ്റാൻഡ് വിടർന്നിരിക്കുകയാണ്. ഈ സ്റ്റാൻഡ് എടുത്ത് ചെറുതായിട്ടൊന്ന് കൈവച്ച് തട്ടി കൊടുക്കുമ്പോൾ തന്നെ ട്രീ സ്റ്റാൻഡ് ചുരുങ്ങി ചെറുതാകും. അത് നമുക്ക് ഈ ബോക്സിനുള്ളിൽ ട്രീക്കൊപ്പം വെച്ച് കൊടുക്കാം. ഇനിയുള്ളത് ട്രീ സ്കേർട്ടാണ്. അതെടുത്ത് നന്നായി മടക്കി ട്രീയുടെ ബോക്സിനുള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഈ ബോക്സ് നന്നായി പാക്ക് ചെയ്ത് അടച്ച് ടേപ്പ് ഉപയോഗിച്ച് പാക്ക് ചെയ്ത് അടുത്ത വർഷത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ്. ക്രിസ്മസ് ഡെക്കറേഷൻസ് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി ഇത്തിരി ഭക്ഷണം കഴിക്കണം. ഒരു പാത്രത്തിലേക്ക് ചോറെടുത്ത് വിളമ്പി വെച്ചു. അതിനുശേഷം ഇന്നലത്തെ കുറച്ച് ചെറുപയർ മെഴുക്കുപുരട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിവിടെ കുറച്ച് വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ക്യാരറ്റ് തോരനാണ്. കുറച്ച് തോരൻ ഞാൻ ഇവിടെ വിളമ്പിയിട്ടുണ്ട്. ഇത് നല്ല ഒരു അടിപൊളി ബീഫ് അച്ചാറാണ്. ഇത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ അച്ചാറാണ്. കൂടെ നമ്മുടെ ചതച്ചിട്ട മോരും. നന്നായി വിശക്കാൻ തുടങ്ങിയിട്ടോ. ഇനി ഞാനൊന്ന് ഭക്ഷണം കഴിക്കട്ടെ. ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.